ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു സൺഡേ ഈവനിങ് ഔട്ടിംഗ് വീഡിയോ ആണ് വിത്ത് കുട്ടിപ്പട്ടാളം. അപ്പോൾ കുട്ടിപ്പട്ടാളംസിനെ എല്ലാം നമ്മൾ വാരി പറക്കി കൂട്ടി നേരെ നമ്മൾ വൈഷ്ണവയുടെ വീടിൻ്റെ താഴ്വശത്തുള്ള ഒരു കായൽവാരം തോന്നുന്നു ആ ഒരു ഏരിയയിലോട്ടാണ് പോയത്. അവിടെ ഇവർ മീനൊക്കെ പിടിക്കാൻ പോകാറുണ്ടെന്നാണ് പറഞ്ഞത്, അവിടുത്തെ ചേട്ടനൊക്കെ. അപ്പോൾ നമ്മൾ അവിടെയാണ് ആദ്യം ചെന്നത്. അവിടെ ചെന്നപ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു റിസോർട്ട് പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നിന്നത്. ഭയങ്കര രസമായിരുന്നു. ആ ഒരു ടൈമിൽ ഞങ്ങളൊരു 5:30 ആ ഒരു സമയമായി കാണും. ആ ഒരു സമയത്ത് അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ നല്ല മഴയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെട്ടമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ആ ഒരു സൈഡിൽ നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിന്നു. നമ്മൾ നീങ്ങി പോകുന്നതൊക്കെ ഉണ്ടല്ലേ, നമ്മളിവിടെ ബോട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലേ, നമ്മൾ നീങ്ങുന്നതൊക്കെ തോന്നുന്നില്ല. ഫോൺ ഈ ഒരു സമയം അവിടെ നിൽക്കുമ്പോൾ നല്ല രീതിക്ക് മിന്നൽ പൊട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ലോണം കാണാൻ പറ്റുമായിരുന്നു മിന്നൽ ഇങ്ങനെ ആകാശത്തൂടെ പോകുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഇത് മീൻചേച്ചിയുടെ മോനാണ്, ഞാൻ ക്യാമറ എടുത്തപ്പോഴേ അവൻ ഓടി ബാക്കിൽ കൂടെ. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഞങ്ങൾ മീൻചേച്ചിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. അപ്പോൾ പുള്ളിക്കാരി അത് ആദ്യമായിട്ടാണ് ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇട്ട് പുള്ളിക്കാരിയുടെ 3-4 ഫോട്ടോസൊക്കെ എടുത്ത് നല്ല വെട്ടമായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ക്ലാരിറ്റി ആയിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സമയമായിട്ട് തോന്നി അവിടെ നിന്നപ്പം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ മഴേൻ്റെ ചെറിയ ചാറ്റിലൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് നമ്മുടെ RP മാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. RP മാളിൽ നമ്മൾ ഫ്ലാറ്റോപ്പിയ എന്തുവായിരുന്നു പോയി നോക്കട്ടെ, ഗൈസ് പ്ലേറ്റോപ്പിയ, അതെ അവിടെ ചെന്ന് അങ്ങനെ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി ഈ പറഞ്ഞ പ്ലേറ്റോപ്പിയയിലോട്ട് ചെന്നു. പിള്ളേർ പിന്നെ എങ്ങോട്ടാ ഏത് ലോകത്ത് വന്ന ഒരവസ്ഥയായിരുന്നു പിള്ളേർക്ക്. എനിക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ പിന്നെ നമുക്കതിനൊന്നും കയറാക്കത്തില്ലല്ലോ ഈ കാറിലും സ്കൂട്ടറിലും ഒന്നും. പിന്നെ പിള്ളേർ കയറുന്ന കണ്ടിങ്ങനെ നോക്കി നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഓരോ ഇതിലൊരു കോയിനുണ്ട് കേട്ടോ. ആ കോയിൻ നമ്മൾ വാങ്ങിച്ചിട്ട് ഓരോ ഇതിലും കയറുമ്പോൾ നമ്മൾ ആ കോയിൻ ഇടണം. ഒരു കോയിന് 100 രൂപ. പക്ഷേ എനിക്ക് ഒട്ടും വെർത്തായിട്ട് തോന്നിയില്ല. കാര്യം ഒരു 2 മിനിറ്റ് പോലും അവർ തികച്ച് നമുക്ക് ടൈം തരാറില്ല പലതിലും. അപ്പോൾ അതൊരു വെർത്തായിട്ട് തോന്നിയില്ല. ആ ഒരു എമൗണ്ടിന് ഒരു കോയിൻ നമ്മൾ ഏതാണ്ടൊരു 10-18 കോയിനോളം വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പിള്ളേരുടെ സന്തോഷമല്ലേ, അവർ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങൾ മുതുക്കികൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഞങ്ങൾക്കും കളിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ പിള്ളേർ ഓരോ ചെറിയ കുഞ്ഞു പിള്ളേർക്കുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വോളിബോളും പിന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ പാവക്കുട്ടീനെ പ്ലക്ക് ചെയ്തെടുക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് 4 വട്ടം ഞങ്ങൾ പൈസ കോയിൻ ഇട്ടിട്ട് ഞാൻ ഒരു മിക്കി മൗസിനെ സ്വന്തമാക്കി. ഞാൻ അവിടെ ആരെയും കണ്ടില്ല പാവക്കുട്ടി അതിനെ പ്ലക്ക് ചെയ്തെടുത്തത്. ഞാൻ മാത്രമാണ് അവിടെ അതിനെ പ്ലക്ക് ചെയ്തെടുത്തത്. ഞാൻ 400 രൂപ കൊടുത്തിട്ട് ഒരു മിക്കി മൗസിനെ കരസ്ഥമാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ കളിക്കാൻ പറ്റിയൊരു സാധനമായിരുന്നേ ഇങ്ങനൊരു സംഭവം. ഇത് നമ്മളിങ്ങനെ തട്ടിയിട്ട് എൻ്റെ ആ ഒരു സാധനം ഞാൻ അപ്പുറത്തുള്ള ആ ഒരു അവിടെ ഇടണം. അവിടെ ഇടുമ്പോഴേ എനിക്കൊരു പോയിന്റ് വീഴത്തുള്ളൂ. അപ്പോൾ മറ്റവരുടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ഗെയിം. അപ്പോൾ ഇത് കുറച്ച് നേരം കച്ചറ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു. നമുക്ക് കിട്ടത്തില്ല കേട്ടോ, കറക്റ്റ് അടിക്കാനൊന്നും കിട്ടില്ല. അത് അവിടെ ഇവിടെയൊക്കെ തട്ടി എങ്ങോട്ടല്ലൊക്കെ അങ്ങ് പൊക്കോളും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിള്ളേർക്ക് കൊടുത്ത് പിന്നെ ഞങ്ങൾ മീൻ ചേച്ചിയും എല്ലാവരുടെ നിന്ന് അതങ്ങ് കളിച്ച് തകർത്തു. ഇതായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ടായിരുന്നു. ഇതുമായിരുന്നു മെയിനായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ഓട്ടിക്കുന്ന കാറിൽ നമ്മൾ ഫോണിൽ മറ്റേ കോയിൻ കളക്ഷൻസിൻ്റെ ഗെയിം കളിക്കില്ലേ, അതുപോലൊരു സംഭവമാണ്. പിന്നെ ലച്ചുക്കുട്ടി താണ്ട് ഇവിടെ സ്കൂട്ടർ ഗേളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇത് റിമോട്ട് കൺട്രോളിൻ്റെ കാറ്. പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് തകർക്കാനുള്ള സാധനം മൊത്തം അതിലുണ്ട്. വീട്ടുകാരുടെ പൈസ പൊട്ടിക്കാനുള്ള സാധനവും അതിനകത്തുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വോളിബോൾ കളിക്കുന്നത്, പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സൺഡേസിലൊക്കെ എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. അവിടെ കിളിയെ കൊണ്ട് ഞാൻ തോറ്റി, വോയിസ് എടുക്കാൻ സമ്മതിക്കില്ലെന്നേ.
ഉള്ളതിൽ മൊത്തം പിള്ളേർ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ കോയിനൊക്കെ പയ്യെ തീരാറായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ 3 പേരും പിന്നെ കൂടുതൽ സമയവും ഈ കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ കാണാം, ഇതിനകത്തായിരുന്നു ഫുൾ പരിപാടി. എനിക്കൊന്നും ഇതിന് ടൈമൊന്നുമില്ല, എത്ര നേരം വേണം കളിക്കാൻ തോന്നുന്നു. പിന്നെ ഇവിടെ ഫിഷ് മസാജും ബലൂൺ ഷൂട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് നോക്കിയില്ല. അപ്പോൾ അവർ നേരെ വീട്ടിൽ പോയി, നമ്മൾ കാവനാടിൻ്റെ സ്വന്തം കാമ്പിളി കയറി ഷാർജയൊക്കെ അടിച്ച് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.